ഹലോ മക്കളെ, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അതെ മക്കളെ, നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെള്ളപ്പൂക്കളാണ് അല്ലേ. പക്ഷെ ഇതാരൊക്കെയാണ് നമ്മുടെ ഹീറോസ്? രാജു രാധെ. ഇവർക്ക് രണ്ടുപേർക്ക് ഇതേ സെയിം വെള്ളപ്പൂ കാണുന്ന എന്താട്ടാ? ഒരാൾക്ക് ചുവപ്പും ഒരാൾക്ക് ബ്ലൂ. അപ്പൊ ഇവര് തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു തീർപ്പാക്കി കൊടുക്കണ്ടേ? അപ്പം നമുക്കറിയാം എന്ത് ഫിൽറ്റേഴ്സിന്റെ കാര്യം അല്ലേ. കളർ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ യുവജനോത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം അല്ലേ, നല്ല അടിപൊളി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പം സുതാര്യമായ വസ്തുക്കൾ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവര് ഏത് കളറിനെയാണോ കടത്തി വിടുന്നത് ആ കളറിലായിരിക്കും നമ്മൾ ആ ഒബ്ജക്ട്സിനെ കാണുന്നത്. ഇപ്പൊ ചുവപ്പ് ഫിൽറ്ററിലൂടെ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ചുവപ്പ് കളർ മാത്രം കടത്തി വിടും, ബാക്കിയുള്ള കളറൊന്നും കടത്തി വിടത്തില്ല. അപ്പൊ നമുക്കതെല്ലാം ചുവപ്പായിട്ട് തോന്നും. അതേസമയം വൈറ്റ് ലൈറ്റ് അല്ലെ ധവളപ്രകാശം നീല ഫിൽറ്ററിലൂടെ, ഇപ്പൊ നമ്മുടെ നീല കളറിലുള്ള കണ്ണാടി വെച്ച് നമ്മുടെ രാജു നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ രാജുവിനെല്ലാം നീലയായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാ? പുള്ളിക്കാരൻ വെച്ചേക്കുന്നത് നീല കളറിലുള്ള കണ്ണാടി അല്ലെ. അപ്പൊ നീല കളർ മാത്രം കടത്തി വിടുന്നു, അതുകൊണ്ട് നമ്മുടെ രാജുവിന് തോന്നുന്നതെല്ലാം നീല പൂക്കളാണ്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇപ്പം ഇവരിൽ ഒരാള് രാജു ആയിക്കോട്ടെ അല്ലെ. ഇപ്പൊ രാജു പച്ച കളറിലുള്ള കണ്ണാടി വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സിനെ നോക്കുന്നതെങ്കിൽ അവർക്ക് ഏത് കളറിലായിരിക്കും കാണുന്നതെന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഓക്കെ.